എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ക്രിസ്മസ് എക്സാം 2024. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, പരീക്ഷ വീണ്ടും നടത്തുമോ എന്നുള്ളത്. കാരണം കുറച്ച് ദിവസങ്ങളായി എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇനി പരീക്ഷ നടത്തുമോ, ഇനിയും വീണ്ടും പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ വിദ്യാർത്ഥികൾ കൂടുതലായി കമൻറ്റുകളിലൂടെ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുവാണ് മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരിട്ടിരിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ച് ചോദിക്കുന്ന ഇതാണ്, പ്ലസ് വൺ ക്രിസ്മസ് എക്സാമിലെ പരീക്ഷ വീണ്ടും നടത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കമൻ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഒരു വിദ്യാർത്ഥി. അപ്പോൾ എന്നോട് ചോദിക്കുവാണ്, സാർ ഇനിയും പഠിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കുന്നത്, നമ്മൾ ആ വാർത്ത വിശദമായി പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്, പ്ലസ് വണ്ണിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായിട്ടുള്ളത്. ബാക്കി ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും നിലവിൽ ലീക്കായിട്ടില്ല. അപ്പോൾ പരീക്ഷ വീണ്ടും നടത്താൻ പോകുന്നോ എന്ന് വിദ്യാർത്ഥികളുടെ ചോദ്യത്തിന് നമുക്ക് രണ്ട് ഉത്തരങ്ങൾ പറയാം. നടത്തുകയും ചെയ്യാം, നടത്താതിരിക്കുകയും ചെയ്യാം. കാരണം ആ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പ്രസ്താവിച്ചു കഴിഞ്ഞു. പരീക്ഷ വീണ്ടും നടത്തണോ വേണ്ടയോ എന്നുള്ള തീരുമാനം തിങ്കളാഴ്ച കൈക്കൊള്ളും. തിങ്കളാഴ്ച ഇന്ന് കൈക്കൊള്ളുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തീരുമാനം വരുവാണെങ്കിൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ പരീക്ഷ വീണ്ടും നടത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എല്ലാ വിഷയങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അത് മാത്സ് എന്ന ഒറ്റ വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായി എന്ന് വാർത്ത വരുന്നത്. അപ്പോൾ അങ്ങനെ നടത്തുകയാണെങ്കിൽ ആ പരീക്ഷ മാത്രമാണ് നടത്തുക, മറ്റ് പരീക്ഷകളൊന്നും നടത്തുന്നതല്ല. ഇനി എന്ത് ചെയ്യാം, വിദ്യാഭ്യാസ വകുപ്പിന് വേണം നടത്താതിരിക്കാം. കാരണം എന്താണ്, ഇതൊരു മെയിൻ എക്സാം അല്ല, ഇതൊരു ക്രിസ്മസ് എക്സാം ആണ്. ഇതിലെ മാർക്ക് കൊണ്ട് ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് വെച്ച് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫുൾ മാർക്ക് കിട്ടിയെന്ന് വെച്ച് ഈ പരീക്ഷയ്ക്ക് കാര്യമില്ല. കാരണം നിങ്ങൾ മെയിൻ എക്സാമിൽ എഴുതുന്ന മാർക്കാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ ആ കേസ് വേണമെങ്കിൽ വലിയൊക്കെ ഗൗരവമായിട്ട് എടുക്കാതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കേസാണ്. കാരണം ഇതൊരു ക്രിസ്മസ് എക്സാമാണ്. ഇതിൽ നിങ്ങൾ എഴുതുന്നതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ എത്രമാത്രം പഠിച്ചു, നിങ്ങൾ എത്രമാത്രം എഴുതുന്നുണ്ട് എന്ന് മാത്രമല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ വരുന്നൊരു മാർക്കേ അല്ല. അതുകൊണ്ട് ആ ഒരു ഗൗരവത്തിൽ നമുക്ക് ഈ കാര്യത്തെ എടുക്കാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, റീടെസ്റ്റ് നടത്തുകയും ചെയ്യാം, അല്ലെങ്കിൽ റീടെസ്റ്റ് നടത്താതിരിക്കുകയും ചെയ്യാം. റീടെസ്റ്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ നടത്തുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ പരീക്ഷകൾക്കും ശേഷമായിരിക്കും റീടെസ്റ്റ് നടത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളിലേക്ക് അറിയിക്കും. ഇനി റീടെസ്റ്റ് നടത്തുകയും ചെയ്യാം, നടത്താതിരിക്കുകയും ചെയ്യാം. അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ റീടെസ്റ്റ് നടത്തുകയാണെങ്കിൽ അത് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തിരിച്ചടിയാകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒറ്റ പരീക്ഷ മാത്രമല്ല, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇപ്പം മാത്സ് എന്ന ഒറ്റ വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ലീക്കായി എന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെ നടത്തുകയാണെങ്കിൽ മാത്സ് എന്ന പരീക്ഷയുടെ മാത്രമാണ് നടത്തേണ്ട ആവശ്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നാണ് വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്സിൻ്റെ മാത്രം നടത്തിയാൽ പോരെ, എന്തിനാ ബാക്കി വിഷയങ്ങളുടെയൊക്കെ നടത്തുന്നത്? ബാക്കി 5 സേഫ് ആണെന്നാണ് നിലവിലെ നമുക്കറിയാൻ സാധിക്കുന്നത്. മാത്സ് മാത്രമാണ് ഇപ്പോൾ എന്നാണ് വാർത്ത പ്രതികരിക്കുന്നത്. മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് വണ്ണിൻ്റെ മാത്സ് ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായെന്ന്. അങ്ങനെയാണെങ്കിൽ മാത്സ് പരീക്ഷ പേപ്പർ മാത്രം നടത്തിയാൽ മറ്റ് പരീക്ഷകളൊന്നും നടത്തേണ്ട ആവശ്യമില്ല. എന്തായാലും വ്യക്തമായ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും വിദ്യാർത്ഥികൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് തിരിച്ചടിയൊന്നും പോകാൻ ഒരു സാധ്യതയില്ല. തിരിച്ചടി ആവില്ല എന്ന് തന്നെ പറയാം. കാരണം നടത്തുകയാണെങ്കിലും മാത്സ് എന്ന ഒറ്റ വിഷയം മാത്രമേ നടത്തുകയുള്ളൂ, അല്ലെങ്കിൽ അത് നടത്തുകയില്ല. കാരണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് ക്രേത, ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.